ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി തോട്ടത്തമ്യാനിൽ. നേരം വെളുക്കുന്നു, രാത്രിയാവുന്നു, സമയം പോകുന്ന അറിയുന്നേ ഇല്ല. എന്നാൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്തോ കാര്യം ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നേ അല്ലേ. അപ്പോൾ അതെന്താന്നുള്ള അന്വേഷണത്തിൻ്റെ അവസാനം ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. പ്ലാൻ ചെയ്യാഞ്ഞിട്ടാ. അപ്പോൾ ഒരാഴ്ച അരമണിക്കൂർ കൊണ്ട് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്ലാനിങ്ങിനെ പറ്റി പറഞ്ഞതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ചാനലിനകത്ത് പ്രൊഡക്ടിവിറ്റി, ടൈം മാനേജ്മെൻറ്റ്, ഫിനാൻസ് മാനേജ്മെൻറ്റ് ഇതിനൊക്കെ പറ്റിയ വീഡിയോസ് ഇടാറ്. അതിൻ്റെ കൂടെ എൻ്റെ ചെറിയ ചെറിയ ലൈഫ് സ്റ്റോറീസും കൂടെ ആഡ് ചെയ്യാറുണ്ട്, ഒരു പേഴ്സണൽ ടച്ചിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. അപ്പോൾ ഈ വീഡിയോ ആർക്കൊക്കെ വേണ്ടിയുള്ളതാണ് എന്നും കൂടെ പറയാം. പ്രൊഫഷണൽസ്, ഫ്രീലാൻസേഴ്സ്, ഓൺട്രപ്രണേഴ്സ് ആൻഡ് ഈവൻ സ്റ്റുഡൻസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കാണാം. ഹോം മേക്കർ ആണെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഉണ്ടല്ലോ, എല്ലാ ആഴ്ചയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒന്നും ചെയ്ത് തീർത്തില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാ. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ എവിടെ തുടങ്ങണമെന്ന് അറിയില്ല, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് ബ്രെയിൻ ഡംപ് ചെയ്യാം. അതിനൊരു ചെറിയ നോട്ട് പാഡ് മതി. അതെപ്പോഴും കൈക്കൊണ്ട് നടക്കുക. ചിലപ്പം നമുക്ക് കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും തോന്നുക അയ്യോ അത് ചെയ്യാനുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നടക്കുമ്പോഴേക്കും തോന്നുന്നത് അയ്യോ ഈ കാര്യം ചെയ്യാനുണ്ടല്ലോ. അങ്ങനെ എന്തൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ അതൊന്നും ഒരു ഓർഗനൈസ് ഒന്നും വേണ്ട. ചുമ്മാ ഒരു ബുക്കിനകത്തോ ഒരു പേപ്പറിനകത്തോ എഴുതി വെക്കുക. ആ പേപ്പറും ബുക്കും എപ്പോഴും കൊണ്ട് നടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫോൺ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ, അതിൽ നോട്ട് പാഡിനകത്ത് ആഡ് ചെയ്ത് വെക്കുക. ഞാനുണ്ടല്ലോ ചിലപ്പോൾ എൻ്റെ അലക്സയിലോട് പോലും പറയാറുണ്ട് ആഡ് ദിസ് ടു മൈ ടു ഡു ലിസ്റ്റ് എന്ന്. അപ്പോൾ പുള്ളിക്കാരി ആഡ് ചെയ്യും. ഞാനുണ്ടല്ലോ ഇങ്ങനെ ഒരു നോട്ട് പാഡിലാണ് നോട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഏത് മെത്തേഡാണെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ. പെൻ ആൻഡ് പേപ്പർ മെത്തേഡാണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുക. ചുമ്മാ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന എല്ലാ ടാസ്കുകളും, അത് ഹോം ആയിക്കോട്ടെ, പേഴ്സണൽ ആയിക്കോട്ടെ, അതല്ല കരിയർ റിലേറ്റഡ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എല്ലാം അങ്ങോട്ട് എഴുതി വെക്കുക. അതിനെ നമ്മൾ ബ്രെയിൻ ഡംപിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാ ടാസ്കും ഒരു പേപ്പറിൽ ചുമ്മാ എഴുതി വെക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പ്ലാനർ ബണ്ടിൽ. എൻ്റെ പ്ലാനർ ബണ്ടിലാണ്. ആ പ്ലാനർ ബണ്ടിലിനകത്ത് നിന്ന് നമ്മുടെ വീക്ക്ലി പ്ലാനർ പുറത്തെടുക്കാം. എന്നിട്ട് നിങ്ങൾ എഴുതി ഉണ്ടാക്കിയ ആ വലിയ ടു ഡു ലിസ്റ്റില്ലേ, അതിനകത്തുനിന്ന് ഓരോ ടാസ്കും ഓരോ ദിവസത്തിലേക്ക് അലോക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബുധനാഴ്ച തുണി അലക്കാൻ, വ്യാഴാഴ്ച തുണി മടക്കി വെക്കാൻ, ഞായറാഴ്ച തുണി അയൺ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ദിവസവും അത് അലോക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ആഴ്ചയും ആ ദിവസം നമ്മളത് ചെയ്യും കൃത്യമായിട്ട്. അങ്ങനെ എല്ലാ ടാസ്കും ഓരോ ദിവസങ്ങളിലോട്ടും അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് സ്റ്റെപ്പ് 2. സാധനങ്ങൾ അലോക്കേറ്റ് ചെയ്യുക. നിങ്ങൾ ടു ഡു ലിസ്റ്റിലെ ടാസ്കുകൾ ഓരോ ദിവസത്തിലേക്ക് അലോക്കേറ്റ് ചെയ്യുക. അങ്ങനെ ടാസ്കുകളെല്ലാം ഡിഫറെൻറ്റ് ഡേയ്സിലോട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി ആ ദിവസത്തിൽ തന്നെ കുറേ ടാസ്ക് ഉണ്ടാവുമല്ലോ. ഒരു ദിവസം ഇപ്പോൾ ഒരു 10 ടാസ്ക് ഉണ്ടെന്നിരിക്കട്ടെ. അതിനകത്ത് നമ്മൾ ആദ്യം ഏത് ചെയ്യണം അവസാനം ഏത് ചെയ്യണം തീരുമാനിക്കണ്ടേ? അതിനും എൻ്റെ പ്ലാനർ തന്നെ യൂസ് ചെയ്യാവുന്നുള്ളൂ. പ്ലാനറിനകത്ത് ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് ടാസ്കുകളെ 4ആയിട്ട് അലോക്കേറ്റ് ചെയ്യാം. ആ 4ആയിട്ടുള്ള അലോക്കേഷൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അർജൻറ്റും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ടാസ്ക് എഴുതണം. പെട്ടെന്ന് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഇനി വേറെ ചില ടാസ്കുകളുണ്ട്, പെട്ടെന്ന് ചെയ്യണ്ട പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയോ, പെട്ടെന്ന് ചെയ്യണം പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമുക്കത് വേറെ ആർക്കെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമല്ലോ. പെട്ടെന്ന് ചെയ്യണം, ഇപ്പോൾ തുണി എടുക്കണം വാഷിംഗ് മെഷീനകത്ത് നിന്ന്, പക്ഷെ അത് നമ്മളതിന് ചെയ്യണമെന്നില്ല, അപ്പോൾ നമുക്ക് വേറെ ആരെയും ഏൽപ്പിക്കാമല്ലോ. അതേപോലെ പെട്ടെന്ന് ചെയ്യണമെന്നില്ല, ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ല, അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ദിവസത്തിലോട്ട് മാറ്റി വെക്കാൻ പറ്റുന്ന ടാസ്കുകളാണ്. അങ്ങനെ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുക നമ്മുടെ ടാസ്കുകളെ. ഇനി ടാസ്ക് 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അത് ഏത് സമയത്ത് ചെയ്യണം തീരുമാനിക്കുന്നതാണ്. ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന്
ടൈം ബ്ലോക്കിംഗ് ചെയ്യണം. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ ഈ കാര്യം ചെയ്യും. തുണി അലക്കുന്ന കാര്യം തന്നെ പറയാം. ഞാൻ 10 മണി മുതൽ 11 മണി വരെ തുണി മടക്കി വെക്കും. 11 മണി മുതൽ 12 മണി വരെ തുണി അയൺ ചെയ്യും. അങ്ങനെ നമ്മൾ ഒരു കാര്യത്തിന്, ഒരു ടാസ്കിന് ഒരു പെർട്ടിക്കുലർ ടൈം അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് മാത്രമേ അത് ചെയ്യുള്ളൂ. നമ്മൾ കൂടുതൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും. നമ്മൾ കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പോൾ 4 സ്റ്റെപ്പുകൾ ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യത്തേത് ബ്രെയിൻ ഡംപിങ്, എല്ലാം എഴുതി വെക്കുക. രണ്ടാമത്തത് അത് ഡേയ്സ് അലോക്കേറ്റ് ചെയ്യുക, ഓരോ ടാസ്കിനും ഓരോ ദിവസം അലോക്കേറ്റ് ചെയ്യുക. മൂന്നാമത്തത് അത് പ്രയോറിറ്റൈസ് ചെയ്യുക, അഥവാ കാറ്റഗറൈസ് ചെയ്യുക, 4 കാറ്റഗറി ആക്കി മാറ്റുക. നാലാമത്തത് അത് ഓരോ ടാസ്കിനും ഓരോ ടൈം കൊടുക്കുക, ടൈം ബ്ലോക്കിംഗ്. ഇങ്ങനെ 4 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ആഴ്ച പെട്ടെന്ന് അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യാനും പറ്റും. ഒരു കാര്യം വിട്ടുപോയും തോന്നുകയില്ല, നല്ല പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഈ പറഞ്ഞ 4 സ്റ്റെപ്പ് ഉപയോഗിച്ച് ഒരാഴ്ച ഫുൾ പ്ലാൻ ചെയ്യാൻ എൻ്റെ പ്ലാനർ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇത് അൺഡേറ്റഡ് ആണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഡേറ്റ് നിങ്ങൾക്ക് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതാഴ്ച വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, ആഴ്ചയുടെ ഇടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ പ്ലാനർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമൻറ്റ് സെക്ഷനകത്തും കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ച നോട്ട് പാഡ് മുതൽ വീക്ക്ലി പ്ലാനർ മുതൽ എല്ലാം ഇതിൻ്റെ അകത്താണ് ഉള്ളത്. ഒത്തിരി സാധനങ്ങളുള്ളൊരു ഇത്തിരി ബോക്സാണിത്. അത് വാങ്ങാൻ മറക്കണ്ട കേട്ടോ. ഇനി ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ പ്രശ്നം തീരുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വീക്ക്ലി പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലി ഞാൻ നിങ്ങളുടെ ടാസ്ക് ഒക്കെ അറേഞ്ച് ചെയ്ത് ടൈം മാനേജ്മെൻറ്റും മീൽ പ്ലാനിങ്ങും എല്ലാം കൂടെ സെറ്റാക്കി തരുന്നതായിരിക്കും. അതിനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമൻറ്റ് സെക്ഷനകത്തും ഉണ്ടാകും കേട്ടോ. അപ്പോൾ താങ്ക് യു so much for watching and have a great day. May God bless you all. Bye-bye.